ഹലോ! അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ട്ടോ. അപ്പൊ എന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങള് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പോ ദേ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ വന്നിട്ടുണ്ട്. എന്റെ ജോലികൾ എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വെളുപ്പിന് എണീക്കാറുണ്ട്. പക്ഷെ കുളിക്കാറില്ല. അപ്പം മഴയായതുകൊണ്ട് എനിക്ക് മടി പിടിച്ചു ട്ടോ. ഇപ്പൊ മടിയൊക്കെ മാറ്റി രാവിലെ തന്നെ കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കറിക്കും ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാണ്. അപ്പൊ ഇവിടെ രാവിലെ തന്നെ ചായ ഉണ്ടാക്കില്ല. ഇവിടെ ആരും രാവിലെ തന്നെ ചായ കുടിക്കില്ല. അവര് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് മാത്രമേ ചായ കുടിക്കുള്ളൂ. അപ്പൊ 7 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ടേ ചായയൊക്കെ വെക്കുള്ളൂ. അപ്പൊ ആദ്യം തന്നെ ഞാൻ കറികളും പിന്നെ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കാനെങ്കിൽ അതൊക്കെയാണ് ഞാൻ ചെയ്യണത്. അപ്പൊ ചോറ് ഞാൻ ഇന്നലെ റൈസ് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ദേ സാമ്പാർ വെക്കണം, മോരുകറി വെക്കണം, പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കണം. അപ്പൊ ഇന്ന് ദേ സാമ്പാറിനുള്ള പരിപ്പൊക്കെ ഞാൻ വേവിച്ചു. അപ്പൊ പരിപ്പിന് നല്ല വേവായിരുന്നു. അപ്പൊ അതുകൊണ്ട് പരിപ്പ് മാത്രം വേവിച്ച് മാറ്റിയിട്ട് പിന്നെ അതിനകത്തേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ട് സാമ്പാർ റെഡിയാക്കി എടുക്കുകയാണ്. സാമ്പാർ റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ മോരുകറിക്കുള്ള തേങ്ങ എല്ലാം ചിരകിയെടുത്തു. അപ്പൊ അതിനകത്തേക്ക് ജീരകവും വെളുത്തുള്ളിയും പിന്നെ കുരുമുളകും എല്ലാം കൂടി ചേർത്തിട്ട് തേങ്ങ അരച്ചെടുത്ത് സാമ്പാർ മോരുകറിക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുത്തു. അതിനുശേഷം ഞാൻ ഇഡ്ഡലിക്കും വെക്കുന്നുണ്ട്. അപ്പൊ ഇഡ്ഡലി മാവ് കോരി ഒഴിച്ച് ഇഡ്ഡലിയും വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ദേ മോരുകറിയും റെഡി ആയിട്ടുണ്ട്, സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം എന്റെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ നേരം വെളുത്തതിന് ശേഷം മാത്രമേ ഫ്രണ്ടിലെ വാതിൽ തുറക്കുള്ളൂ ട്ടോ. വെളുപ്പിനൊന്നും തുറക്കാറില്ല. അപ്പൊ ദേ രാവിലെ എഴുന്നേറ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നടന്നതിന് ശേഷം ഞാൻ പിന്നെ അകത്തേക്ക് കയറി വരികയാണ്. അപ്പൊ പിന്നെ പിള്ളേർക്കുള്ള ചോറുകളെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പൊ 7 മണിയാകുമ്പോൾ ഇവര് അച്ഛനും മക്കളും കൂടി ചായ കുടിക്കും. അവരുടെ ചായ കുടി എല്ലാം കഴിഞ്ഞു. പിന്നെ അവർക്കുള്ള ചോറെല്ലാം പകർത്തി വെച്ചു. അവർ മേശപ്പുറത്ത് പകർത്തി വെച്ചാൽ അവരത് എടുത്ത് ബാഗിൽ വെച്ചോളും. അത് കഴിഞ്ഞ് അവർക്ക് പോകേണ്ട ടൈമായി. അവര് ക്ലാസ്സിൽ പോയി. അവര് ക്ലാസ്സിൽ പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ ചായ കുടിക്കണത്. ചായ കുടിച്ചതിന് ശേഷം പിന്നെ തുണികളൊക്കെ അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിലിടും. പിന്നെ പിള്ളേരുടെ യൂണിഫോമൊക്കെ ഉണ്ടാകും. അതൊക്കെ വാഷിംഗ് മെഷീനിലിടും. തുണികൾ കഴുകാനിട്ടതിന് ശേഷം പിന്നെ പിള്ളേര് ചായ കുടിച്ച പാത്രങ്ങളെല്ലാം ഉണ്ടാവും ട്ടോ. പാത്രങ്ങളൊക്കെ അപ്പോൾ കഴുകും. ഒരുപാട് പാത്രങ്ങളുണ്ടാകും. അപ്പോൾ അതെല്ലാം കഴുകി എടുത്തു വെച്ചതിന് ശേഷം പിന്നെ അടുക്കളയെല്ലാം തുടച്ച് വൃത്തിയാക്കിയിടും. അപ്പോൾ ഒരു ദിവസം എത്ര പ്രാവശ്യം അടുക്കള തുടച്ചിടണമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അതുപോലെ തുടച്ചിടും. കാരണം എപ്പോഴും അടുക്കള ചീത്തയാകും. ഓരോ പാത്രങ്ങളും എടുത്ത് വെള്ളമൊക്കെ വീണ് അങ്ങനെ ചീത്തയായിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ എപ്പോഴും അടുക്കള തുടച്ച് വൃത്തിയാക്കിയിടും. അതിനുശേഷം അവിടെയെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിടുകയാണ്. അപ്പം രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ഇരിക്കാൻ പോലും സമയമില്ല കേട്ടോ. ഈ എല്ലാ പണിയും ചെയ്തതിന് ശേഷം മാത്രം നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദേ ഇവിടെ മുഴുവനും അടിച്ചു വാരി ഇടാണ്. അടിച്ചു വാരി കഴിഞ്ഞപ്പോഴത്തേക്കും വാഷിംഗ് മെഷീനിൽ തുണികളെല്ലാം അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതെടുത്ത് പിന്നെ പുറത്തേക്ക് കൊണ്ടുപോയി ഇടാണ്. അപ്പം ഷീറ്റ് ഉണ്ടെങ്കിലും അതിനകത്ത് തുണികളിട്ടാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. പിള്ളേരുടെ യൂണിഫോമൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ അകത്തൊക്കെ മുകളിലെല്ലാം അഴ കെട്ടിയിട്ടേക്കണം. ഇപ്പോൾ എന്തോരം അഴ കെട്ടിയാലും മതിയാവില്ല മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിള്ളേരുടെ യൂണിഫോമാണ് ഉണങ്ങാനായിട്ട് ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ചൊന്ന് ഉണക്കായത് മുഴുവനും എടുത്ത് അകത്ത് മുകളിൽ അഴയിൽ കൊണ്ടുപോയിടും. പിന്നെ നനഞ്ഞ തുണികളാണ് ഇവിടെ ഇട്ട് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ പിന്നെ മുകളിൽ മൊത്തം അഴ കെട്ടിയിട്ടേക്കാണ് തുണികളിട്ടതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് തുടച്ചിടാണ്. അപ്പം ദിവസവും തുടയ്ക്കില്ല. ഇടയ്ക്കുള്ള ദിവസങ്ങളിലാണ് തുടയ്ക്കണത്. അപ്പം മുകളിൽ ഇതുപോലെ തന്നെ താഴെ ചെയ്യുന്ന പോലെ തന്നെ മുകളിലും അടിച്ചു വാരാനുണ്ട്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ ജോലികളും ചെയ്യാൻ പറ്റൂല. അപ്പോൾ താഴെ അടിച്ചു വാരും, പിന്നെ മുകളിലും അടിച്ചു വാരും. അപ്പോൾ തുടയ്ക്കൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ മുകളിൽ അടിച്ചു വാരാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പോഴത്തേക്കും എനിക്ക് വയ്യാണ്ടാകും. 2 സ്ഥലത്തേം കൂടിയും ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വയ്യാണ്ടാകും. അപ്പോൾ പിന്നെ 2 ദിവസമായിട്ടാണ് ചെയ്യണത്. അവന് താഴെ മുഴുവൻ അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായി ട്ടോ. അപ്പോഴത്തേക്കും എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ പിന്നെ ഉച്ചയായി കഴിഞ്ഞു. പിന്നെ ഞാൻ ഊണ് കഴിച്ചു. ഊണ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് ചെയ്തു. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 3:30 ആകുമ്പോഴത്തേക്കും പിള്ളേര് വരും. അപ്പോൾ അതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു ഊണ് കഴിഞ്ഞ് ഒരു ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് വൈകുന്നേരത്തേക്ക് ചായക്കുള്ള
കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരച്ച് അവർക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തു. അവർ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നപ്പം. പിന്നെ അവരുടെ ചായ കുടി എല്ലാം കഴിഞ്ഞ് പിന്നെ അവർ പഠിക്കാനും ഒക്കെ ആയിട്ട് അവരിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം അഞ്ചേട്ടൻ വന്നു. അഞ്ചേട്ടന് പിന്നെ ചായ എല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം കറിയൊന്നും വെക്കണില്ല കേട്ടോ. ഇപ്പം മീൻ വാങ്ങിക്കാത്ത കാരണം കൊണ്ട് വൈകുന്നേരം കറിയൊന്നും വെക്കാറില്ല. രാവിലെ ഉള്ള കറികളാണ് വൈകുന്നേരം ഉപയോഗിക്കാറ്. അപ്പൊ ഇന്ന് സാമ്പാറും മോരുകറിയും എല്ലാം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ വൈകുന്നേരത്തേക്ക് കറികളൊന്നും പ്രത്യേകിച്ച് വെക്കാറില്ല. അപ്പൊ ചോറൊന്നും ഞാൻ തിളപ്പിച്ച് വാർത്ത് എടുത്ത് വെക്കും. അതിനുശേഷം പിന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള പച്ചക്കറി അരിഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അത് തോരനോ മെഴുക്കുവരട്ടിയോ എന്താ പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാക്കണേന്ന് വെച്ചാൽ അത് ദിവസവും ഞാൻ തലേ ദിവസം അരിഞ്ഞു വെച്ചേക്കും. പിന്നെ ചാറുകറിക്കുള്ള കഷ്ണങ്ങളും ഞാൻ അരിഞ്ഞു വെച്ചേക്കും. അതിനുശേഷം രാത്രി അത്താഴം ഉണ്ണേണ്ട സമയമായി. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ മോരുകറി സാമ്പാറും എല്ലാം കൂട്ടിയിട്ടാണ് ഊണ് കഴിക്കുന്നത്. ഊണ് കഴിച്ചതിന് ശേഷം പിന്നെ അത്താഴൂണ് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. അത് പിന്നെ കഴുകി പിന്നെയും പിന്നെയും തുടച്ച് വൃത്തിയാക്കി അടുക്കളയിട്ടു. കാരണം രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അടുക്കള നല്ല വൃത്തിയായിട്ട് കിടക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ വശവും തുടച്ച് വൃത്തിയാക്കി ഇടും രാത്രിയാകുമ്പോൾ. അപ്പോൾ ദേ രാത്രിയിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ദേ ഒരു ദിവസത്തെ മൊത്തം ജോലികൾ മുഴുവൻ കഴിഞ്ഞ് അടുക്കളയോട് വിട പറഞ്ഞ് ഞാൻ ലൈറ്റൊക്കെ കെടുത്തി വാതിലൊക്കെ ശരിക്കും അടച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നെ നാളെ കാണാമെന്നുള്ളതിൽ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുക്കളയിലെ ലൈറ്റെല്ലാം കെടുത്തി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അടുക്കള വാതിൽ പൂട്ടിയിടും രാത്രി. അപ്പോൾ ഇനി രാവിലെ വെളുപ്പിന് 4 മണിക്ക് വന്ന് പിന്നെയും എല്ലാ ദിവസത്തെ പോലെ തന്നെ ജോലികൾ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ.